ഹലോ ഗായ്സ്, ഇന്ന് എറണാകുളം വരെ ഒന്ന് പോകണം. MG യൂണിവേഴ്സിറ്റി നാടകോത്സവം ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. ഒരു 11 മണിക്ക് ശേഷം ഞാൻ ഇറങ്ങി. ബസ്സിനാണ് പോകുന്നത്. ഇവിടുന്ന് ബസ് കയറി ഗുരുവായൂർ ഇറങ്ങി, വീണ്ടും എറണാകുളം ജെട്ടിയിലേക്ക് ബസ്സിന്. അങ്ങനെ നടന്ന് അതിനിടയ്ക്ക് ശീലമില്ലാത്ത പരിപാടിയായതുകൊണ്ട് ബസ് വന്നതും കയറിയതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഒട്ടും പരിചയമില്ലാത്തൊരു കാര്യമാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്, വ്ളോഗ്. അപ്പം അതിൻ്റേതായ തെറ്റുകുറ്റങ്ങൾ എന്തായാലും ഇതിനകത്തുണ്ടാവും. എങ്ങനെ വരുമെന്ന് അറിയില്ല, എന്തായാലും എല്ലാവരും കണ്ടു നോക്കും. അങ്ങനെ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഗുരുവായൂരെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഗുരുവായൂർ എത്തിയതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അവിടെ നിന്ന് തിരിച്ച് എറണാകുളം ജെട്ടി ബസ്, 97 രൂപ ടിക്കറ്റ്. അങ്ങനെ 4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളൊരു 4:45 ആയപ്പോഴേക്കും എറണാകുളത്തെത്തി. ആദ്യം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഗോകുൽ ഊട്ടുപുരയിൽ പോയി. അങ്ങനെ ഊട്ടുപുരയിൽ നിന്ന് 2 പഴംപൊരിയും ചായയും കുടിച്ചു. ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ആൽവിനും ഐഷയും ജോയിൻ ചെയ്തു. അവർ വന്നതുകൊണ്ട് അടുത്ത ചായക്കുള്ള സമയമായി. ഇത് മഹാരാജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഒരു ചായ കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇവിടുത്തെ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പുഴുങ്ങിയ കോഴിമുട്ട, അതിൻ്റെ കൂടെ ഒരു പെപ്പർ തരും. ഈ പെപ്പർ ഇങ്ങനെ പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കഴിക്കുമ്പോൾ പ്രത്യേക ഫീലാണ്. ഈ പുഴുങ്ങിയ കോഴിമുട്ടയുടെ കൂടെ പെപ്പർ കൊടുക്കുന്ന പരിപാടി വേറെ എവിടെയും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നേരെ സുഭാഷ് പാർക്കിൽ കുറച്ച് സമയം ഇങ്ങനെ സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു, കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് അടുത്ത ആൾ ജോയിൻ ചെയ്തു. സുഭാഷിൽ നിന്ന് 8:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ. ലിനു വന്ന ഉടനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും പ്രണവും കൂടി നമ്മുടെ ചെക്കന്മാരെ കൂടെ കുറച്ച് നേരം ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിക്ക് ശേഷം തിരിച്ചെത്തി. നമ്മുടെ നാടകം 1 മണിക്ക് ശേഷമാണ്. നാടകം തുടങ്ങാൻ ഇനിയും സമയമാവും, അതുകൊണ്ട് ക്യാമ്പസിനകത്തിരിക്കാമെന്ന് വിചാരിച്ചു. നാടകം നടക്കുന്ന വേദിയിലേക്ക് വന്നു. അടുത്തതാണ് നമ്മുടെ നാടകം. ഇപ്പം മറ്റൊരു കോളേജിന് നാടകം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് MG യൂണിവേഴ്സിറ്റി നാടകം കാണുന്നുണ്ട്. അതിൽ നിന്ന് വിപരീതമായിട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ നാടകോത്സവം നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇനിയൊരു ചെറിയ കാത്തിരിപ്പാണ്. മഹാരാജസിൻ്റെ കൊളോസിയം വേദിയിലെത്താൻ പോവുക. അതിനു വേണ്ടിയിട്ടുള്ള തിങ്ങി നിറഞ്ഞ സദസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്.
അങ്ങനെ നമ്മുടെ നാടകം കഴിഞ്ഞു. പെർഫോമൻസും ടെക്നിക്കൽ സൈഡും കൊണ്ടെല്ലാം അടിപൊളി നാടകമായിരുന്നു നമ്മുടെ. അതിനുശേഷം നമ്മളൊരു ചായ കുടിക്കാൻ പോയി. എല്ലാവരും കൂടെ നടന്നു പോയി ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി കുറച്ച് കോളേജുകളുടെ നാടകം കൂടെ കഴിയാനുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും രാവിലെ ആവും. റിസൾട്ട് എന്തായാലും രാവിലെ ഉണ്ടാവും. അങ്ങനെ ക്യാമ്പസിലിരുന്ന് നേരം വെളുപ്പിച്ചു. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഒരുപാട് പേര് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ റിസൾട്ടിന് കാത്തിരിക്കും. ബാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മികച്ച നടൻ 2 പേരാണ് പങ്കെടുക്കുന്നത്. ഒരാൾ കൂടിയുണ്ട്. കോഡ് നമ്പർ 515. കോഡ് നമ്പർ 514 ചാപ്പ. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 1ാം സ്ഥാനം മഹാരാജാസ് എന്നറിയുന്ന ആ മൊമെന്റിലെ ആവേശം കൊണ്ട് തുടക്കത്തിൽ നമ്മളെ ഫുൾ എനർജിയിലുള്ള മഹാരാജാസുകാരുടെ വീഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് കണ്ടുനോക്കാം. അങ്ങനെ നാടകോത്സവത്തിലെ മഹാരാജസിൻ്റെ കുത്തക വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത നാടകോത്സവത്തിനുള്ള കാത്തിരിപ്പ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു ചായയൊക്കെ കുടിച്ചു. ആദ്യത്തെ ആൾ സാവൻ പോണു. അടുത്ത ആൾ യാത്ര വന്നു ആലപ്പുഴയിലേക്ക്. ലിനു ബൈ ബൈ. ഞാൻ അവിടുന്ന് എറണാകുളം ജെട്ടിയിലേക്ക് നടന്നു. എറണാകുളം ജെട്ടിയിലെത്തി. അവിടെ നിന്ന് വീണ്ടും ബസ് വിളിച്ച് വന്ന പോലെ പോകണം. അങ്ങനെ നമ്മൾ എറണാകുളം ജെട്ടിയിലെത്തി. ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് എപ്പോഴും ബസ് ഉണ്ടാവും. അതുകൊണ്ട് ഇരുന്ന് പോകാൻ കഴിയും. എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത പരിപാടിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമാവും. വ്ലോഗർ മാമന്റെ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കും. പറയട്ടെ, ഒരു വൈൻഡപ്പ് പറയാൻ എത്രയധികം പണിയുണ്ട് എന്നുള്ളത് ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇനി വ്ളോഗ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.